Dear students, welcome to Learner's World. In this video, I'm going to talk about propaganda techniques in today's advertising and McClintock, FIUGP Semester 4 BSc Commerce and Management, Calicut University. Summary of propaganda techniques in today's advertising. ഇന്നത്തെ പരസ്യങ്ങളിൽ കാണുന്ന പ്രചാര ടെക്നിക്കുകൾ പ്രചാര ടെക്നിക്കുകളാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. And McClintock says propaganda techniques in today's advertising explains how advertisement use different propaganda methods to influence people's thoughts, emotions and decisions. അപ്പോൾ ഈ ഒരു വർക്കിൽ ആൻ മക്ലിൻഡോക്ക് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊരു എസ്സേ ആണ് അവർ എഴുതിയിട്ടുള്ള. അതായത് പലതരത്തിലുള്ള പ്രചാര ടെക്നിക്കുകൾ ഉപയോഗിക്കുകയാണ് ഇന്നത്തെ തലമുറ. അതായത് പരസ്യപ്രചാര ടെക്നിക്കുകൾ. അതായത് ആളുകളുടെ ചിന്ത, അവരുടെ വികാരം, തീരുമാനം, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഒരു പരസ്യപ്രചാരങ്ങൾ നടത്തുന്നത്. അതിലൂടെയാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സെൻസഡൈൻ കോൾഗേറ്റിൻ്റെ പരസ്യമാണ് സെൻസഡൈൻ എന്ന് പറയുന്നത്, ടൂത്ത് പേസ്റ്റിൻ്റെ. അതൊരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആളുകളിൽ അതൊരു ട്രസ്റ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആളുകളുടെ ഇമോഷൻസാണ് ഇതിലൂടെ അവർ ഇവിടെ ടൂളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. She says that in modern society we are surrounded by advertisement everywhere. In newspapers, magazines, television, radio, billboards and the internet. Most people believe they are not affected by ads, but in reality everyone is influenced in some way. അതായത് ഇന്നത്തെ കാലത്ത് എല്ലാ രീതിയിലും പരസ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ന്യൂസ് പേപ്പറിലൂടെ, മാഗസീൻസ്, ടെലിവിഷൻ, റേഡിയോ, ബിൽബോർഡ്സ്, ഇൻ്റർനെറ്റിലൂടെ. പക്ഷേ ഒരുപാട് ആളുകൾ വാദിക്കുന്നത് അവരെ ഒരിക്കലും പരസ്യം എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ റിയാലിറ്റി അതല്ല. എല്ലാവരും ഇന്ന് പരസ്യത്തിൻ്റെ പുറകെയാണ് പോകുന്നത്. McClintock defines propaganda as a systematic attempt to persuade people to accept a particular opinion, product or viewpoint. ഇപ്പോൾ മക്ലിൻഡോക്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റാണ് ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് അവരൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പരസ്യം നൽകുകയാണ്. അപ്പോൾ ആളുകളുടെ ഇമോഷൻസും അവരുടെ ഡിസിഷൻസും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പ്രചാരണം അവർ പരസ്യത്തിലൂടെ നൽകുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവരുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. Propaganda does not always focus on truth or logic. Instead, it mainly appeals to emotions such as fear, pride, love or excitement. അതായത് ഈ ഒരു പ്രചാരണ രീതികൾ എന്ന് പറയുന്നത് എപ്പോഴും സത്യവും യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളും മാത്രമല്ല അവരെ അവതരിപ്പിക്കുന്നത്. പകരമായിട്ട് ആളുകളുടെ ഇമോഷൻസ്, ഫിയർ, പ്രൈഡ്, ലവ്, എക്സൈറ്റ്മെൻറ്റ്, ഇതിലൂടെയൊക്കെയാണ് ഈ ഒരു പ്രൊപ്പഗണ്ട ടെക്നിക്സുകൾ അവതരിപ്പിക്കുന്നത്. Advertisers uses propaganda not only to sell product but also to promote political candidates and ideas. അതായത് ഈ പരസ്യം ചെയ്യുന്ന ആളുകൾ ഈ ഒരു പ്രചാരണ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത് സാധനങ്ങൾ വിൽക്കാൻ മാത്രമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സ്, രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾ, അവരുടെ ആശയങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനും ഈ പ്രൊപ്പഗണ്ട ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. The author explains that propaganda techniques are powerful because they work on our feelings rather than our reasoning. പിന്നീട് ഇതിൽ എഴുത്തുകാരി പറയുന്നത് പ്രൊപ്പഗണ്ട ടെക്നിക്സ് വളരെ പവർഫുള്ളാണ്. കാരണം നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സാണ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, റീസണിങ് അല്ല. Many consumers do not carefully examine advertisement. Instead, they accept the message without questioning them. Therefore, McClintock stresses the importance of media literacy and critical thinking. അതായത് ഒരുപാട് ആളുകൾ ഈ പരസ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യാണ്, അതിൻ്റെ മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എഴുത്തുകാരി മക്ലിൻഡോക്ക് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അതായത് മീഡിയ ലിറ്ററസി, ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെയൊക്കെ ആവശ്യകത എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് അവർ ഊന്നി പറയുന്നുണ്ട്. In the essay, she describes 7 major propaganda techniques used in advertising. അപ്പോൾ പരസ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രചാരണ രീതികൾ, 7 പ്രചാരണ രീതികൾ ഇതിൽ അവർ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. The first technique is name calling. അതായത് പേര് വിളിച്ച് അപമാനിക്കുന്നതാണ് ആദ്യത്തെ ടെക്നിക്ക്. ഇൻ ദിസ് മെത്തേഡ് അഡ്വർടൈസേഴ്സ് ഓർ പൊളിറ്റിക്കൽ ക്യാമ്പയിനേഴ്സ് യൂസ് നെഗറ്റീവ് വേർഡ്സ് ടു അറ്റാക്ക് ദെയർ ഒപ്പോണൻസ്. By giving bad labels, they create fear or hatred in the audience. This damages the opponent's image without providing real evidence.
നെയിം കോളിംഗ് എന്ന് പറയുന്നത്, അതായത് എതിരാളികളെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഭയം, വെറുപ്പൊക്കെ ഓഡിയൻസിൽ സൃഷ്ടിക്കുക. ഉദാഹരണത്തിന്, ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി തൻ്റെ എതിരാളിയെ പരാജിതൻ അല്ലെങ്കിൽ യുദ്ധപ്രിയൻ എന്നൊക്കെ വിളിക്കുക. അതുപോലെ ഒരു ഉൽപ്പന്നത്തെ വിദേശ ഉൽപ്പന്നം എന്ന് വിളിച്ച് നെഗറ്റീവ് ധാരണ ഉണ്ടാക്കുന്നതാണ് നെയിം കോളിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ യഥാർത്ഥ തെളിവുകളില്ലാതെ മറ്റുള്ളവരുടെ ഇമേജ് നശിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ദ സെക്കൻഡ് ടെക്നിക് ഈസ് ഗ്ലിറ്ററിങ് generalities. This method uses attractive but vague words like freedom, progress, justice, or democratic. These words sound positive, but they do not clearly explain what they mean. They are used to create a good emotional response rather than to give facts. അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ആകർഷകമായിട്ടുള്ള പൊതുവാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഫ്രീഡം, സ്വാതന്ത്ര്യം, അതുപോലെ ജസ്റ്റിസ്, നീതി, ഡെമോക്രാറ്റിക്, രാജ്യസ്നേഹം പോലുള്ള ആകർഷകമായിട്ടുള്ള പക്ഷേ വ്യക്തതയില്ലാത്ത മീനിങ്ലെസ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഗ്ലിറ്ററിങ് ജനറാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ നല്ലതായിട്ട് തോന്നും, പക്ഷേ വ്യക്തമായിട്ടുള്ള അർത്ഥം ഇത് നൽകുന്നില്ല. യഥാർത്ഥ വിവരങ്ങൾ നൽകാതെ നല്ല വികാരം, ഫീലിങ്സ് സൃഷ്ടിക്കാനാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇതൊരു തരത്തിലുള്ള പ്രൊപ്പഗണ്ട ടെക്നിക്കാണെന്നാണ് പറയുന്നത്. The third technique is transfer. In this method, advertisers associate their product with something respected or admired, such as the national flag, religion, or famous institutions. The positive feelings attached to the symbol are transferred to the product. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ആണ്. അതായത് ഈ പരസ്യദാതാക്കൾ ഒരു ഉൽപ്പന്നത്തെ ബഹുമാനിക്കപ്പെടുന്ന ഒരു ചിഹ്നത്തോടോ വ്യക്തിയോടോ ബന്ധിപ്പിക്കുക. അതായത് അവരൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ്, ആ പ്രൊഡക്റ്റ് നാഷണൽ ഫ്ലാഗുമായിട്ട് ബന്ധപ്പെടുത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവുമായിട്ട് ബന്ധപ്പെടുത്തുക, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുക. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിങ്സാണ് ഓഡിയൻസിന് കിട്ടുന്നത്. അത് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ ഒരു ഫീലിംഗ് കിട്ടുന്ന സമയത്ത് ആളുകൾ ഉൽപ്പന്നം വിശ്വസിച്ച് വാങ്ങാനൊക്കെ കാരണമാകുന്നുണ്ട്. അടുത്തത് ദ ഫോർത്ത് ടെക്നിക്ക് ഈസ് ടെസ്റ്റിമോണിയൽ. ഇൻ ദിസ് അപ്രോച്ച്, സെലിബ്രിറ്റീസ് ഓർ ഫേമസ് പേഴ്സണാലിറ്റീസ് റെക്കമെൻഡ് എ പ്രോഡക്റ്റ്. പീപ്പിൾ ടെൻഡ് ടു ട്രസ്റ്റ് ആൻഡ് അഡ്മയർ ദീസ് പബ്ലിക് ഫിഗേഴ്സ്, സോ ദേ മേ ബൈ ദ പ്രോഡക്റ്റ് ഈവൻ ഇഫ് ദ സെലിബ്രിറ്റി ഈസ് നോട്ട് ആൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ്. അടുത്തത് ടെസ്റ്റിമോണിയലാണ്, സാക്ഷ്യപ്പെടുത്തുക. അതായത് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് മലബാർ ഗോൾഡിൻ്റെ പരസ്യം ചെയ്യുന്നത് മോഹൻലാലാണ്, സെലിബ്രിറ്റി. പക്ഷേ മോഹൻലാലിന് ഈ ഒരു ഗോൾഡുമായിട്ടൊന്നും ബന്ധമില്ലാത്ത മേഖലയാണ്. പക്ഷെ മോഹൻലാലിൻ്റെ ഒരു പ്രചാരം മൂലം നമ്മളെല്ലാവരും മലബാർ ഗോൾഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത, അതുതന്നെയാണ് ഈ ഒരു ടെസ്റ്റിമോണിയൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് പ്രശസ്തരായിട്ടുള്ള താരങ്ങൾ അവരുടെ പ്രശസ്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നത്തെ റെക്കമെൻഡ് ചെയ്യുക. അങ്ങനെ അവർ ആ ഒരു ഫീൽഡിൽ വിദഗ്ധരല്ലെങ്കിലും അവരുടെ ആ ഒരു ജനപ്രിയ അവരുടെ ആ ഒരു ഫെയിം മൂലം ആളുകൾ ഉൽപ്പന്നം വിശ്വസിച്ച് വാങ്ങാൻ നിൽക്കുന്ന ഒരു അവസ്ഥ. The fifth technique is plain folks. Here advertisers present themselves as ordinary simple people. They try to show that they understand common people's needs and problems. This creates trust and emotional connection. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനാണ് എന്നുള്ള പറഞ്ഞിട്ടുള്ള അവതരണം. അതായത് ഞങ്ങളും നിങ്ങളെപ്പോലെ ഓർഡിനറി പീപ്പിളാണ്, നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം എന്നുള്ള തരത്തിലുള്ള ഒരു ടെക്നിക്കാണിത്. അതായത് പരസ്യദാതാക്കൾ അവരെയും ഉൽപ്പന്നത്തെയും സാധാരണക്കാരായിട്ട് അവതരിപ്പിക്കുന്നു. ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയാണ്, ഓർഡിനറി പീപ്പിളാണ് എന്ന തോന്നൽ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ഉപഭോക്താക്കളുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ദ സിക്സ് ടെക്നിക് ഈസ് കോഡ് സ്റ്റാക്കിംഗ്. In this method, advertisers present only one side of the story. They highlight the positive features of product and hide its disadvantages. They may use half-truth, exaggerated claims, or whistle words like help, up to, or visually to mislead customers. ആറാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മാത്രം അവതരിപ്പിക്കുക. അതായത് പോസിറ്റീവ് സൈഡ് മാത്രം, ഒരു പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം അവതരിപ്പിക്കുന്ന ഒരു ടെക്നിക്ക്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കുക. അതുപോലെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക.
ഈ രീതിയിൽ ഉൽപ്പന്നത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രം പറയുകയും ദോഷവശങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു. ഹെൽപ്സ് കൺട്രോൾ അപ് ടു വിർച്വലി പോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മിസ്ലീഡ് ചെയ്യാണ് കസ്റ്റമേഴ്സിനെ. ഏഴാമത്തേത് ദ സെവൻത് ടെക്നിക് ഈസ് ബാൻവാഗൺ. ദിസ് മെത്തേഡ് എൻകറേജസ് പീപ്പിൾ ടു ഫോളോ ദ ക്രൗഡ്. അഡ്വർടൈസ്മെൻറ്റ് സജസ്റ്റ് ദാറ്റ് എവരി വൺ ഈസ് ബൈങ് ദിസ് പ്രോഡക്റ്റ് ഓർ ദാറ്റ് മോസ്റ്റ് പീപ്പിൾ പ്രിഫർ ദിസ് ബ്രാൻഡ്. ഇറ്റ് ക്രിയേറ്റ്സ് എ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആൻഡ് പുഷസ് പീപ്പിൾ ടു ജോയിൻ ദ മെജോറിറ്റി. ഏഴാമത്തെ ടെക്നിക്ക് നമ്മൾ കണ്ടോ, ചില പ്രൊഡക്റ്റൊക്കെ അതായത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയും. ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്, നിങ്ങളും വാങ്ങുക എന്നുള്ള രീതിയിൽ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഒരു ഏഴാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടത്തെ പിന്തുടരാനാണ് പറയുന്നത്. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു, മിക്ക ആളുകളും ഈ ബ്രാൻഡ് തിരഞ്ഞെടുക്കുന്നു എന്ന തരത്തിലുള്ള സന്ദേശങ്ങളിലൂടെ ആളുകളെ കൂട്ടത്തെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രൊപ്പഗണ്ട ടെക്നിക്കാണിത്. അത് ചില പരസ്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ചില പരസ്യങ്ങളൊക്കെ അതുണ്ട്. അതായത് ഞങ്ങളെല്ലാവരും ഇത് വാങ്ങുന്നു, നിങ്ങളും ഇത് വാങ്ങുക എന്നുള്ള തരത്തിൽ, അതായത് ഒരു കൂട്ടത്തെ നമ്മൾ ആ കൂട്ടത്തെ പിന്തുടരാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ട, ഒരു പ്രചാരണം പരസ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇൻ കൺക്ലൂഷൻ, McClintock warns readers that propaganda is powerful and persuasive. It influences our decisions without us realizing it. Therefore, she encourages readers to become aware of these techniques and to think critically before accepting advertising messages. The main message of the essay is the consumers must not blindly believe advertisement, but should analyze them carefully and make independent decisions. അപ്പോൾ നമ്മൾ ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഈ പ്രൊപ്പഗണ്ട ടെക്നിക്സ്, ഈ ഒരു പരസ്യങ്ങളിലുള്ള ഈ ഒരു പ്രചാര ടെക്നിക്കുകൾ ആളുകളെ പ്രേരിപ്പിക്കാൻ, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ നമ്മൾ കസ്റ്റമേഴ്സായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു പരസ്യത്തെയും അന്ധമായിട്ട് വിശ്വസിക്കരുത്, കണ്ണുമടച്ച് വിശ്വസിക്കരുത്. നമ്മൾ അതിൻ്റെ ആധികാരികത മനസ്സിലാക്കിയിട്ട് വേണം, വളരെ കെയർഫുള്ളായിട്ട് ആണ് നമ്മൾ എല്ലാവരും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ അന്ധമായിട്ട് നമ്മൾ ഒരു പരസ്യത്തെയും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്